ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ ഞങ്ങൾ കുക്ക് ചെയ്തതിൻ്റെ വീഡിയോ ആണ്. റിഫയുടെ സ്പെഷ്യൽ ഇലപ്പത്തിരിയാണ് ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് അനു ഉണ്ട് കൂടെ. അപ്പോൾ ഈ വീഡിയോയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ തമാശകളും വർത്തമാനങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താണൊരു ഭയം? എന്താ ഭയം ഇരിക്കുക? നമ്മൾ എന്തെങ്കിലും ചെയ്ത് നന്നാക്കും. കാരണം ഇനി ഒരാഴ്ച ഉള്ളൂ, ഞാൻ ഇവിടെ ഇത് നശിക്കൂ. അത് നന്നായി നമുക്ക് നാളെ ഉണ്ടാക്കാം. അപ്പൊ കാർട്ടൂനല്ല പത്തിരി. ചൂടുവെള്ളം ഒഴിക്കാൻ പോണോ? തിളച്ചത് കൈകൊണ്ട് ചാമ്പണം. കുറച്ചുകൂടെ വെള്ളം എടുക്കാം. എന്തെങ്കിലും വെള്ളം ആവശ്യമുണ്ടോ? മേ ബി ഇതാണ് കുഴക്ക് മെയിന്. റിഫയുടെ പത്തിരിയാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുവിന് കൈമാറിയിരിക്കുകയാണ് ഗൈസ്. അനു നന്നായി കുഴക്കുന്നുണ്ട് ഗൈസ്. അനുവിന് വരന്ന് തേടുന്നു. അനുവിൻ്റെ അമ്മ ഇത് കണ്ടാൽ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടുക. അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയതാണ്. ഇവിടെ ഒരു 7 മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്ത സാധനം വീട്ടിലെത്തും. അപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ക്വിക്ക്ലി എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അർജൻറ്റായിട്ട് എല്ലാം മേടിക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ പോകാറില്ല. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിക്സ്ചറിൻ്റെ തന്നെ വേറൊരു മിക്സാണ്. പിന്നെ ബ്രെഡ്, പിന്നെ മുട്ടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മുട്ടയ്ക്ക് ഇത് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് തന്നെ സാധനം കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഈ ക്രീം ബിസ്ക്കറ്റ് ഞാൻ ഫസ്റ്റാണ് ഈ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. 12 എണ്ണമുള്ള ഒരു സെറ്റാണ് മേടിച്ചത്. നല്ല സെക്യൂർ ആയിട്ടാട്ടോ അവർ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. പാക്ക് ചെയ്തിരുന്നതൊക്കെ ഭയങ്കര സെക്യൂർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും കുക്കിങ്ങിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ഇവിടെ റിഫയും പിന്നെ അസിസ്റ്റൻ്റായിട്ടുള്ള അനുവാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഈ പത്തിരിയുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ പത്തിരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിയുടെ പൊടി എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളമല്ല തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് കുഴച്ചെടുക്കുന്നത് തിളപ്പിച്ച വെള്ളത്തിലാണ്. ചൂട് ഉണ്ടായിരിക്കണം കേട്ടോ അതിൽ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഇല എടുക്കുക, വാട്ടിയെടുക്കുക ഇല. അതിനകത്തേക്ക് കുറച്ച് എണ്ണ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയൊരു ഉണ്ട ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും ഇലയിൽ വെച്ച്. അങ്ങനെ പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലപ്പത്തിരിയിൽ തന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ടും ഇതുപോലെ എടുക്കാൻ പറ്റും ഇലപ്പത്തിരി. അങ്ങനെയാണ് ഈ ഇലപ്പത്തിരി ഉണ്ടാക്കുന്നത്. സോ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഇലപ്പത്തിരി ഉണ്ടാക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് മലപ്പുറംകാരുടെ സ്പെഷ്യൽ ഇലപ്പത്തിരിയാണ്. എൻ്റെ ഒപ്പം ഉള്ളവരും മലപ്പുറംകാരാണ്. അപ്പോൾ അത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇലപ്പത്തിരിയാണെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇലപ്പത്തിരി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ റിഫ ഇലപ്പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങളുടെ സംസാരങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ തന്നെ വെക്ക് ചട്ടി വെക്ക്, സാധനം റെഡി. നമ്മൾ വിജയകരമായി വിജയിച്ചിരിക്കുന്നു. സെറ്റ് 2-3 കുറച്ച് ഉള്ളി ഇട്ടുണ്ട്. സക്സസ്. കുറച്ചുകൂടെ പൊടി എടുക്കാമായിരുന്നു. ഇത് വേവോ നോക്കട്ടെ, അടുത്ത ടെൻഷനാണ്. ഇത് അടച്ചു വേവിക്കണം. ഇത്ര ഉള്ളൂ പത്തിരി. നിങ്ങളവിടെ ഈ പത്തിരി ഉണ്ടാക്കലില്ല? ഈ ഇല പത്തിരി എന്ന് വെച്ചാൽ എന്താ ഇലയിൽ വരത്തും. ഇല കുറച്ചേരം കൂടി ഇങ്ങനെ വെച്ചോക്കെ ഒരു ചോയ കിട്ടും. ചിലപ്പം കിട്ടും. അപ്പം എന്താ വെച്ചാൽ അടുത്തേനെ എനിക്ക് ഏറെ എടുക്കാൻ പറ്റൂല, അത് ഉണങ്ങും. ലാസ്റ്റത്തേനെ അല്ല, ഇലയിൽ വെച്ച് ഇങ്ങനെ വേവിക്കല്ലേ ചെയ്യണേ? ഞാൻ ഇല വെച്ച് അട പത്തണ പോലെ. അങ്ങനല്ല, അങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുകയല്ലേ ചെയ്യുക. അതാണ് ചോദിച്ചത്.
പൊള്ളക്കാട്ട് ഇത് പൊള്ളക്കാട്ടാണ്. പൊള്ളക്കൂലിത്. ഇത് എന്താന്ന് അതിനെ അറിയാത്തോ? അത് ഓൾറെഡി കുറച്ച് വന്ന സാധനല്ലേ. അനുവിന്റെ കലാവിരുതുകൾ. അതില്ല. ഒരു ലൈറ്റ് ഇല്ലാത്ത അത് ഓളവിടെ മറിഞ്ഞിട്ട് ലൈറ്റില്ല. ഈ സൈഡാണ് ആവാത്തത്. ഈ സൈഡ് പൊള്ളവേ. അത് പത്തിരി. ഇത് കുറച്ചുകൂടെ കട്ടിയില്ല. ഇതിന് പൊന്തനെന്ന് പറഞ്ഞാൽ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണായിരിക്കാവോ. സൂക്ഷ്മമായി നോക്ക്. അത് ആയിട്ടുണ്ടാവും. എവിടെ ഓടിപ്പോണ്? ഈ വെളിച്ചെണ്ണ വേണം. വേണ്ടേ? നെക്സ്റ്റ് അടിക്കാമല്ലോ. അപ്പോഴും പഞ്ചസാര ഇല്ലല്ലോ. ഇതാ ഇന്ന് എടുത്തട്ടാ. എന്ത് പറഞ്ഞാലും വാവ് നല്ല രസമുണ്ട് മാത്രം അവിടെ വന്നത്. അപ്പോൾ മലപ്പുറംകാരുടെ സ്പെഷ്യൽ ഇലയപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുക. ഈ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എടുക്ക്. ഗ്രീൻ പീസ് എടുക്കാൻ ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ഒന്നും വേണ്ട. എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.